റിയൽമി GT 6 ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി GT 6ന്റെ ഒരു റിവ്യൂ ആണ്. അതായത് ഒരു ടോട്ടൽ വലിയൊരു റിവ്യൂ ഒന്നും അല്ല. കാര്യം ഇപ്പൊ യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് വേറെ റിവ്യൂസ് സ്പെസിഫിക്കേഷൻ പറയുന്ന എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന ഒരു റിവ്യൂ അല്ല, പകരം ഒരു 1 മന്ത് യൂസിന് ശേഷമുള്ള ഒരു യൂസർ ഒപ്പീനിയൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പോസിറ്റീവ് നെഗറ്റീവ്സും കാര്യങ്ങളും എല്ലാം പറഞ്ഞുതരാം. എന്തായാലും നമുക്ക് ഇനി ഈ ഒരു ബോക്സ് പരിചയപ്പെടാം. അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറയാം, ഈ ഒരു സ്മാർട്ട് ഫോൺ ആർക്കൊക്കെയാണ് ഉപകാരപ്പെടുന്നത് എന്നുള്ള കാര്യം. അതായത് നിങ്ങൾ ഒരു ഹെവി എൻഡർ ഗെയിമർ ആണോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഹെവി പെർഫോമൻസ് ആണോ നോക്കിയിരിക്കുന്നത്, അതുപോലെ തന്നെ നല്ലൊരു ക്യാമറ ക്വാളിറ്റി, അതായത് വീഡിയോ എടുക്കാനാണെങ്കിലും അതുപോലെ തന്നെ ഫോട്ടോയ്ക്കാണെങ്കിലും നിങ്ങളൊരു ക്യാമറ ക്വാളിറ്റി കൂടെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള സ്മാർട്ട് ഫോണാണ് റിയൽമി GT 6 എന്നുള്ളത്. റിയൽമി GT 6T എന്ന മോഡലിന്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് ആയിട്ട് അവതരിപ്പിച്ച ഒരു മോഡലാണ് റിയൽമി GT 6 എന്നുള്ളത്. അതായത് ഫിസിക്കൽ അപ്പിയറൻസിൽ ഏകദേശം സെയിം മോഡൽ തന്നെയാണ് റിയൽമി GT 6ഉം 6Tയും. പിന്നെ പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും രണ്ടിന്റെ ഒരു ഡിഫറൻസ് എന്നുള്ളത് ക്യാമറ മൊഡ്യൂളിന്റെ അകത്ത് വരുന്ന ഒരു ഫ്ലാഷിന്റെ ആ ഒരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. അതായത് റിയൽമി GT 6Tയിലാണെങ്കിൽ ഒരു ഡുവൽ ഫ്ലാഷ് വരുന്നുണ്ട്, പക്ഷേ എന്നാൽ റിയൽമി GT 6ലാണെങ്കിൽ ഒരു സിംഗിൾ ഫ്ലാഷ് മാത്രമേ വരുന്നുള്ളൂ. അത് രണ്ടും ആ ഒരു ക്യാമറ മൊഡ്യൂളിന്റെ അകത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് മാത്രമാണ് ഫിസിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 6Tയും 6ഉം തമ്മിലുള്ള ഏക ഡിഫറൻസ്. ഒരു രണ്ടും തമ്മിൽ മാറിപ്പോവും, പക്ഷേ എനിക്ക് മാറില്ല. പേന കൊണ്ട് ഞാൻ കവിളിൽ കറുത്ത് മറകിട്ടിരിക്കുന്ന ഇവനാണ് അപ്പു, മറകില്ലാത്തവൻ അച്ചു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? നമ്മൾ ആരാ മോൻ? ഇനിയിപ്പോ ഏതായാലും ഈ ഒരു ബോക്സ് പരിചയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് AI ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഉള്ള എല്ലാ സ്മാർട്ട് ഫോണുകളിലും നമുക്ക് ടോപ്പ് എൻഡ് മുതൽ അതായത് ലോ എൻഡ് വരെയുള്ള എല്ലാ സ്മാർട്ട് ഫോണുകളിലും ഇവർ കൊടുക്കുന്ന ഒരു കാര്യമാണ് AI എന്നുള്ളത്. എന്നാൽ ചെറിയൊരു എഡിറ്റിങ്ങിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു കാര്യത്തിന് പോലും AI കൊടുത്തുകൊണ്ട് ഒരു മാർക്കറ്റിംഗ് ജിമിക്സ് മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് സാംസങ് ഇറക്കിയതുപോലെ ഏതെങ്കിലും ഒരു പാർട്ട് മാത്രം നമുക്ക് റിമൂവ് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ ഒരു AI ഫീച്ചർ തന്നെയാണ്. അപ്പോൾ എന്നാൽ ആ ചെറിയ ഫീച്ചറിന് പോലും മിക്ക ഒരു സ്മാർട്ട് ഫോൺ കമ്പനീസും ഇപ്പോൾ AI ചേർക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു ബോക്സിൽ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് കാണാൻ ദ മോസ്റ്റ് റിലയബിൾ സ്മാർട്ട് ഫോൺ സർവീസ് പ്രൊവൈഡർ എന്നുള്ളത്. റിയൽമി അതാണോ എന്ന് എനിക്കറിയില്ല, ഞാൻ ഒരു റിയൽമി യൂസർ ഒന്നും അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ റിയൽമിയുടെ ഈ ഒരു കാര്യം സത്യമാണോ എന്ന് റിയൽമി യൂസ് ചെയ്യുന്നവർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ബോക്സിന്റെ ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 4 മെയിൻ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ മെയിൻ ഫീച്ചേഴ്സ് ആണ് ഇവരോട് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ഏറ്റവും മെയിൻ ഫീച്ചറാണ് സ്നാപ്ഡ്രാഗന്റെ 8s Gen 3 എന്ന ആ ഒരു ചിപ്സെറ്റ്. ഇപ്പോൾ ഏകദേശം ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലെല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആണ് ഈ 8s Gen 3 എന്നുള്ളത്. കാര്യം മോസ്റ്റ് പവർഫുൾ ആണ്, അതുപോലെ തന്നെ അത്യാവശ്യം ഒരു മീഡിയം റേഞ്ച്, ഒരു മിഡ് റേഞ്ചിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ, ഹെവി പെർഫോമൻസ് എന്നല്ല എങ്കിൽ പോലും ഒരു 15 ലാഖ് മേളിൽ ആന്റിറ്റ്യൂഡ് സ്കോർ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ പെർഫോമൻസും നല്ല രീതിയിൽ തന്നെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്ന ഒരു ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്നാപ്ഡ്രാഗന്റെ 8s Gen 3 എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവൽ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലെല്ലാം തന്നെ ഇപ്പോൾ ഈ ഒരു 8s Gen 3 ആണ് മിക്ക സ്മാർട്ട് ഫോൺ കമ്പനികളും പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വരുന്ന ഒരു മെയിൻ ഫീച്ചർ ആണ് ഇവർ പറയുന്ന 6000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്നുള്ളത്. അതായത് നമ്മൾ വെളിയിലേക്ക് ഔട്ട്ഡോർ ഒക്കെ നിൽക്കുമ്പോഴേക്കും ഒരു വെട്ടത്തിന്റെ ഒക്കെ ഒരു അറിയാലോ, ചില സമയത്ത് ചില സ്മാർട്ട് ഫോൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഹെവി ഒരു സൺലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം ഒഴിവാക്കാനായിട്ട് ഇവർ 6000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് കൊടുത്തിട്ടുണ്ട്. അത് ഇവരുടെ ഒരു മെയിൻ ഫീച്ചറായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇതിന്റെ മെയിൻ ഫീച്ചർ ഒന്നാണ് ക്യാമറ എന്നുള്ളത്. അത് സോണി LYT-808 എന്ന ആ ഒരു പ്രൈമറി ക്യാമറ 50 MP പ്രൈമറി ക്യാമറയാണ്. അപ്പോൾ അതിന്റെ ഒരു കാര്യം ഇവിടെ ഫീച്ചറായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലൊക്കെ ഒരു 100 വാട്ട് മേളിലോട്ടാണ്, 100 വാട്ട് മുതൽ അങ്ങോട്ട് മേളിലോട്ടാണ് ഇതിന്റെ ഫാസ്റ്റ് ചാർജർ വരുന്നത്. ഇവിടെ നമുക്ക് 120 വാട്ടിന് ഫാസ്റ്റ് ചാർജർ ഉണ്ട്. അതുപോലെ തന്നെ 5500 mAh ബാറ്ററിയോടാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ അകത്ത് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ ഒരു 4 ഫീച്ചേഴ്സ് ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് തുറന്നതിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. Make it real. റിയൽമിയുടെ റിയൽ. ഓക്കെ, കാണാം. ഇതിൻ്റെ അകത്ത് എന്താ നമുക്ക് ഫസ്റ്റ് നോക്കാം. ഇതൊരു ബാക്കിൻ്റെ കേസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു സ്ക്രീൻ ഗാർഡ് വരുന്നുണ്ട്. ടെമ്പറി ഗ്ലാസ് അല്ല, വെറും സ്ക്രീൻ ഗാർഡാണ്. അതവിടെ ഇരിക്കട്ടെ. ഫ്രണ്ടിൻ്റെ അകത്ത് പിന്നെ സേഫ്റ്റി ഗൈഡ്, ക്വിക്ക് ഗൈഡ്, അങ്ങനെയുള്ള കുറച്ച് പേപ്പേഴ്സാണ്. കുഴപ്പമില്ലാത്തൊരു കേസാണ് വരുന്നത്. പിന്നെ വരുന്നത് ഫോണാണ്. മാറി നിൽക്കട്ടെ. ഇനി ഇതിൻ്റെ അകത്ത് വേറെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ബൾക്കി സൈസുമാണ്, അതുപോലെ തന്നെ നല്ല വെയിറ്റും ഉണ്ട്. പിന്നെ ഇതിൻ്റെ കേബിളാണ് വരുന്നത്. USB Type-Cയുടെ കേബിളാണ് വരുന്നത്. ഏതായാലും ഇനി ഫോൺ നോക്കാം. വാ
റിയൽമി GT6 2 കളർ വേരിയൻറ്റിലാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ ഒന്നാണ് റേസർ ഗ്രീൻ എന്ന ഈ ഒരു നമുക്ക് ഇപ്പോൾ കയ്യിലിരിക്കുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കളർ. പിന്നെ ഉള്ളത് ഫ്ലൂയിഡ് സിൽവർ എന്നാണ്. ഈ 2 കളർ വേരിയൻറ്റ് മാത്രമേ ഇപ്പോൾ റിയൽമിയുടെ GT6 അവൈലബിൾ ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ല രീതിയിൽ ഗ്ലോസിയാണ്. അതായത് ഇതിൻ്റെ ബാക്ക് കവർ എന്ന് പറയുന്നത് വെറും പ്ലാസ്റ്റിക് ആണ്, പക്ഷേ എന്നാൽ ഭയങ്കരമായിട്ട് ഗ്ലോസിയാണ്. നമ്മൾ കൈയുടെ ഫിംഗർ പ്രിൻ്റ് ഒക്കെ നല്ല രീതിയിൽ ഇതിൻ്റെ അകത്ത് മാർക്കിങ് വരുന്നുണ്ട്. ഇനി ആരും കൂടുതൽ ഞാൻ ഫീച്ചേഴ്സിലേക്കൊന്നും കടക്കുന്നില്ല, എങ്കിലും പറയാനുള്ള കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ലോ. അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ഇതിന്റെ ഡിസ്പ്ലേ കുറിച്ച് പറയാം. ഡിസ്പ്ലേ ആണെങ്കിൽ 1.5K റെസൊല്യൂഷൻ ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. അത് AMOLED ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അതായത് കോർണിംഗ് ഗൊറില്ല ഗ്ലാസിന് തന്നെ വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ചെറിയ രീതി താഴെ വീണാലൊന്നും പേടിക്കുകയേ വേണ്ട. കൂടാതെ കെർവ്ഡ് ഡിസ്പ്ലേ കൂടിയാണിത്. അതുപോലെ നമുക്ക് സ്റ്റോക്ക് ആയിട്ട് ഈ ഒരു റെസൊല്യൂഷൻ വരുന്നത് നമുക്ക് ഫുൾ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. എന്നാൽ നമുക്ക് സെറ്റിംഗ്സ് ചെന്നിട്ട് 1.5Kയിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. എന്തായാലും ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഐറ്റം തന്നെയാണ്. അതായത് നല്ല കിഡിലൻ ഡിസ്പ്ലേ തന്നെയാണ് ഈ റിയൽമി GT6 പിന്നെ ഇതിന്റെ ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേ തന്നെയാണ് ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത്. വെരി ഫാസ്റ്റ് തന്നെയാണ്. നമ്മൾ തൊട്ട ഉടനെ തന്നെ നമുക്ക് അൺലോക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. സെക്കൻഡുകൾക്കുള്ളിൽ തന്നെയാണ് അൺലോക്ക് ആവുന്നത്. പക്ഷേ എന്നാൽ ഇതിന് വരുന്ന ഡീമെറിറ്റ് ആയിട്ട് തോന്നിയ കാര്യം, നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈമിൽ അതായത് നമ്മൾ ഫിംഗർ പ്രിന്റ് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അൺലോക്ക് ആയി വരണമെന്നില്ല. കാര്യം ഫിംഗർ പ്രിന്റ് സ്കാനർ അവിടെ ഓൺ ആയെങ്കിൽ മാത്രം നമുക്ക് തമ്പ് വെച്ചാൽ നമുക്ക് നമുക്ക് അൺലോക്ക് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഫോണാണ് തീരുമാനിക്കുന്നത് എപ്പോൾ അൺലോക്ക് ചെയ്യണം എന്നുള്ളത്. അത് എനിക്ക് തോന്നുന്നു അതിന്റെ പ്രോക്സിമിറ്റി സെൻസറിന്റെ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ലാഗ് ആണ് ആ ഒരു കാണിക്കുന്നത്. പിന്നെ ഇതിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് നമുക്ക് ബാക്ക് പാനലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെറ്റാലിക് ഒരു ഫ്രെയിമോ കാര്യങ്ങളൊന്നും തന്നെയല്ല വരുന്നത്. നമുക്ക് വെറും പ്ലാസ്റ്റിക് ബോഡിയാണ് ബാക്കിൽ വരുന്നത്. പക്ഷെ എന്നാൽ ക്യാമറ മൊഡ്യൂൾ ഇരിക്കുന്ന ഭാഗം ഒരു റെക്ടാംഗിൾ ഷേപ്പിൽ ആണ് ക്യാമറ മൊഡ്യൂൾ. നമ്മൾ ആ ഒരു ഷേപ്പിന്റെ അകത്താണ് ഈ ഒരു 3 ക്യാമറ വരുന്നത്. അത് ഏകദേശം ഒരു മിറർ പോലെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. നമുക്ക് അത്യാവശ്യ സമയത്ത് നമുക്ക് ഒരു ഫ്രണ്ട് ക്യാമറ ഓപ്പൺ ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ ഒരു ബാക്ക് ഭാഗം നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒരു അത്യാവശ്യം നല്ലൊരു കിടിലൻ കണ്ണാടി തന്നെയാണ്. അപ്പോൾ ആ ഒരു കണ്ണാടിയായിട്ട് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാക്ക് ഭാഗം നമുക്ക് ഈ ഒരു റിയൽമി GT6ന്റെ ബാക്ക് ഭാഗം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആ ഒരു റെക്ടാംഗിൾ ഷേപ്പിന്റെ താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മുഴുവനും നല്ല ഗ്ലോസി തന്നെയാണ്. ഈ ഗ്ലോസി എന്നുള്ളതിന്റെ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഫിംഗർ പ്രിന്റും അതുപോലെ തന്നെ നമ്മുടെ ഡസ്റ്റ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ അഫക്ട് ചെയ്തിരിക്കുന്നുണ്ട്. അതായത് തുടച്ചു കഴിഞ്ഞാൽ പോകുന്നുണ്ട്, പക്ഷെ എന്നാൽ ഈ ഡസ്റ്റ് അതുപോലെ തന്നെ ഫിംഗർ പ്രിന്റ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഇതിൽ പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോപ്പ് ഫയറിന് സ്പീക്കർ മുകളിലെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് ഫയറിന് സ്പീക്കർ വരുന്നുണ്ട്. അതുപോലെ തന്നെ IR ബ്ലാസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ TV പോലുള്ള ഡിവൈസുകളൊക്കെ നമുക്ക് റിമോട്ടിന്റെ ഫംഗ്ഷൻ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ മുകളിൽ വരുന്നത് ഒരു മൈക്കിന്റെ പോർട്ടാണ്. ഈ ടോപ്പ് ഫയർ സ്പീക്കറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള സ്പീക്കറാണ്. ചെറിയൊരു പോർട്ട് മാത്രം ആ ഒരു ടോപ്പ് ഫയർ സ്പീക്കറിന് കാണുന്നുള്ളൂ. പക്ഷെ എന്നാൽ ഹെവി പവർഫുൾ സൗണ്ട് ആണ് നമുക്ക് ആ ടോപ്പിൽ നിന്ന് വരുന്നത്. പിന്നെ ഇതിന് വശങ്ങളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം റോക്കർ ബട്ടൺ കാണാം. അത്യാവശ്യം തിൻ ആയിട്ടുള്ളതാണ്, നല്ല ക്വാളിറ്റി ഉള്ള ബട്ടൺസ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് താഴെ വരുന്ന അതായത് ഇതിന്റെ ബോട്ടം ലെവലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ബോട്ടം ഫയർ സ്പീക്കർ കാണാം. അത്യാവശ്യം വലിയ ഗ്രില്ലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നത് നമുക്ക് C-ടൈപ്പിന്റെ ആ ഒരു ഫാസ്റ്റ് ചാർജിങ്ങിന്റെ പോർട്ടാണ് വരുന്നത്. വരുന്ന മറ്റൊരു പോർട്ട് എന്ന് പറയുന്നത് നാനോ സിമ്മിന്റെ പോർട്ടാണ്. നമുക്ക് 2 5G നമുക്ക് നാനോ സിം നമുക്ക് ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ എന്നാൽ ഇതിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ട് ഇല്ല. കാര്യം നമുക്ക് SD കാർഡ് ഉപയോഗിക്കാൻ സാധിക്കില്ല. അത്യാവശ്യം ഇപ്പോൾ വരുന്ന എല്ലാ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലും നമുക്കിപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള SD കാർഡ് സ്ലോട്ട് ഇല്ല. കാര്യം നമുക്ക് എക്സ്പാൻഡബിൾ മെമ്മറി സ്റ്റോറേജ് നമുക്ക് ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ ഒന്നും തന്നെ ഇപ്പോൾ സ്മാർട്ട് ഫോൺ കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, ഇപ്പോൾ വരുന്ന എല്ലാ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലും ഒഴിവാക്കുന്ന ഒരു കാര്യമാണ് 3.5mm ഓഡിയോ ജാക്ക് എന്നുള്ളത്. ഈ ഫോണിലും അവർ ഈ ഒരു 3.5mm ഓഡിയോ ജാക്ക് അവർ എടുത്തു കളഞ്ഞിട്ടുണ്ട്. പകരം വരുന്നത് നമുക്ക് ഈ ഒരു C-ടൈപ്പ് ചാർജിങ് പോർട്ട് തന്നെയാണ്. നമുക്ക് ഇയർഫോൺ ഒക്കെ കണക്ട് ചെയ്യണമെന്നുണ്ട്, വയർഡ് ഇയർഫോൺ ഒക്കെ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു C-ടൈപ്പ് തന്നെ വേണം കണക്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഇതിന്റെ പെർഫോമൻസിലേക്ക് പറയാം. പെർഫോമൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല. സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ഫ്ലാഗ്ഷിപ്പ് ഫോണുകളെല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഹെവി പെർഫോമൻസ് തന്നെയാണ് ഇതിൻ്റെ അകത്തും ഉള്ളത്. ഗെയിമിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ മൾട്ടി ടാസ്കിങ് ആണെങ്കിലും നമുക്ക് എന്താണെങ്കിലും നമുക്ക് നല്ല ഹെവി പെർഫോമൻസ് നമുക്ക് ഹൈ സ്പീഡിൽ തന്നെ സ്മൂത്ത് ആയിട്ട് തന്നെ എല്ലാം റൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച തന്നെ ഇല്ല. ഹെവി പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു റിയൽമി GT6ലും കിട്ടുന്നത്. ഇപ്പോൾ നമുക്ക് PUBG ആണെങ്കിൽ അതുപോലെ തന്നെ COD, ഫ്രീ ഫയർ ഇതെല്ലാം തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് കൂടുതൽ FPS അതുപോലെ HDR തന്നെ കളിച്ചാൽ പോലും നമുക്ക് യാതൊരുവിധ ലാഗോ അല്ലെങ്കിൽ ഒരു സ്പീഡ് ഇഷ്യൂസോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. പക്ക പെർഫെക്റ്റ് ആയിട്ട് തന്നെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഗെയിമിംഗ് എല്ലാം കളിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഗെയിമിംഗ് നോക്കുന്നവർക്കെല്ലാം അത്യാവശ്യം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് റിയൽമി GT6 എന്നുള്ളത്. അതുപോലെ ഗെയിമിംഗ് മാത്രമല്ല, എഡിറ്റിംഗ് ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹെവി ഫാസ്റ്റ് തന്നെയാണ്. നമുക്ക് സാധാരണ ഒരു സ്മാർട്ട് ഫോണിൽ നമ്മൾ റൺ ചെയ്യുന്നതിനെക്കാട്ടും നല്ല അടിപൊളിയാണ്, നല്ല സ്പീഡ് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിലും നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ചെയ്തൊക്കെ നമുക്ക് റെൻഡർ ചെയ്ത് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെർഫോമൻസിന്റെ കാര്യം പറയുന്ന പോലെ തന്നെയാണ് ഒപ്റ്റിമൈസേഷന്റെ കാര്യം. അതായത് നമ്മൾ ഗെയിം കളിക്കുകയാണെന്നുണ്ട്, നമുക്ക് ഏതൊരു ഹെവി ആയിട്ടുള്ള ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിലും ഒപ്റ്റിമൈസേഷൻ പക്ക തന്നെയാണ്. അതായത്
ഇതിൻ്റെ അകത്ത് ഒരു ബാറ്ററി ലെവലിലെ ഒപ്റ്റിമൈസേഷൻ ആണെങ്കിൽ പോലും ഹീറ്റിങ്ങിന്റെ ലെവൽ ഒപ്റ്റിമൈസേഷൻ ആണെങ്കിൽ പോലും വളരെ നല്ല വൃത്തിക്ക് നീറ്റ് ആയിട്ടാണ് ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ഗെയിം കളിക്കുമ്പോഴേക്കും ആ ഒരു ലെവലിലേക്ക് മാറുമ്പോഴേക്കും ഇതിനകത്തെ ബാറ്ററി ലെവൽ പോലും അധികം കുറയുന്നില്ല. ഏകദേശം ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കളിക്കുമ്പോൾ നമുക്ക് 2 to 5% മാത്രമേ ചാർജ് കുറയുന്നുള്ളൂ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു ഹീറ്റിങ്ങും ഇല്ല. നമ്മൾ സാധാരണ ഒരു സ്മാർട്ട് ഫോണൊക്കെ നമ്മൾ അരമണിക്കൂർ കളിക്കുമ്പോൾ തന്നെ ഒരു ഹെവി എൻഡ് ഗെയിം കളിക്കുമ്പോൾ ഒരു PUBG ആണെങ്കിലും അല്ലെങ്കിൽ പിന്നെ COD കളിക്കുമ്പോഴേക്കും അത്യാവശ്യം നല്ല ഹീറ്റിംഗ് വരാറുണ്ട്. എന്നാൽ ഇതിൻ്റെ അകത്ത് ഹീറ്റിംഗ് എന്ന സംഭവമേ കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ വേറെ ലെവൽ തന്നെയാണ്. എന്നാൽ ഈ ഒരു ഹീറ്റിംഗ് കാണിക്കുന്ന വേറൊരു പ്രശ്നമുണ്ട്. അതായത് ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഇനിയിപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു 6000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ടല്ലോ, അതായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം നോട്ടിഫിക്കേഷൻ തന്നെ നമ്മൾ നോക്കുമ്പോഴേക്കും ആ ഒരു ബാറിൽ നമുക്ക് നമ്മൾ എത്ര ഫുൾ ആക്കി കഴിഞ്ഞാൽ 6000 നിറ്റ്സിന്റെ ആ ഒരു പീക്ക് ബ്രൈറ്റ്നസ് കിട്ടാറില്ല. എന്നാൽ നമ്മൾ സെറ്റിംഗ്സ് ചെന്ന് നമുക്ക് ആ ഒരു ഓപ്ഷൻ ഓൺ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആകത്തുള്ളൂ. അതുപോലെ തന്നെ റിയൽമിയുടെ GT6ന്റെ UI ഒക്കെ വളരെ മനോഹരം തന്നെയാണ്. നമുക്ക് ആ വോയിസ് ഉപയോഗിക്കുമ്പോൾ തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഒരു രക്ഷയുമില്ല, നല്ലൊരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതും കൂടിയാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ ഉള്ളത് ഇതിന്റെ ഒരു ഓഡിയോ സെറ്റിംഗ്സിലാണ്. സ്പീക്കറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടോപ്പ് ഫയർ സ്പീക്കറും അതുപോലെ തന്നെ ബോട്ടം ഫയർ സ്പീക്കർ ഒരു രക്ഷയുമില്ല. കിടിലൻ സൗണ്ട് ക്ലാരിറ്റി, അതുപോലെ തന്നെ അത്യാവശ്യം റിച്ച് ബാസ് കൂടെ നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്ലിയർ ഓഡിയോ തന്നെയാണ് നമുക്കൊരു സിനിമ കാണുമോ അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ലൗഡ് ആണ്. അതുപോലെ തന്നെ നല്ല റിച്ച് ബാസ് കൂടെ കിട്ടുന്നുണ്ട്. Always do it on my own, so I gotta get through it. And the only thing I know is to love what I'm doing. Never give up, never slow till I finally prove it. Never listen to the no's, I just wanna keep moving. Keep my head up when I act, head up that's a fact. Never looking back, I'ma keep myself on track. Keep my head up, staying strong, always moving on. Feel I don't belong, tell my boss to move along. Push myself. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു ഇയർഫോൺ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് ഇയർഫോൺ ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഈ ഒരു ഓഡിയോ സെറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. അത് നമുക്ക് ഒരു 3-4 ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു റിയൽമി GT6 കിട്ടുന്നുണ്ട്. അതായത് റിയാലിറ്റി ഓഡിയോ എന്നൊരു ഫീച്ചർ ഉണ്ട്. അതിൻ്റെ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൂവീസ് കാണുന്ന ആ ഒരു ഇതിലേക്ക് നമുക്ക് ആ ഒരു ഫീച്ചർ കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കേൾക്കാം. അല്ലെങ്കിൽ മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക്, അല്ലെങ്കിൽ ഗെയിംസ് ആണെങ്കിൽ ഗെയിംസ് കളിക്കുമ്പോൾ ആ ഒരു ടൈപ്പിൽ നമുക്ക് ഒരു ഓഡിയോ കേൾക്കാവുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. പിന്നെ വരുന്ന മറ്റൊരു ഫീച്ചറാണ് സ്പേഷ്യൽ ഓഡിയോ എന്നുള്ളത്. അത്യാവശ്യം നമുക്കൊരു സറൗണ്ട് സൗണ്ട് നമുക്ക് കിട്ടാനായിട്ട്, അത് പല ഭാഗത്തു നിന്നുള്ള സൗണ്ട് നമുക്ക് കിട്ടാനായിട്ട് ആ ഒരു സ്പെഷ്യൽ ഓഡിയോ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെയും ഉണ്ട് നമുക്ക് ഇതുപോലെ തന്നെയുള്ള വേറെ ഫീച്ചേഴ്സ്. അതുപോലെ തന്നെ മറ്റൊരു ഓഡിയോ ഫീച്ചറാണ് ഹോളോ ഓഡിയോ എന്നുള്ളത്. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമ്മളിപ്പോൾ ഒരു ഇയർഫോൺ നമ്മൾ ഒരു സൈഡിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 3-4 സൈഡിൽ നിന്ന് വരുന്ന ആ ഒരു സൗണ്ടായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. അതായത് മുൻപിൽ നിന്നാണ് ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കുന്ന രീതിയിൽ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ബാക്കിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് സെറ്റ് ചെയ്യാം. അങ്ങനെ ഇതിന്റെ എല്ലാം ലെവൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഏതൊരു ഒരു സൈഡിൽ നിന്ന് കേൾക്കുന്നതായിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഒരു 3D ഒരു എക്സ്പീരിയൻസ് പോലെ തന്നെ നമുക്ക് ഈ ഒരു ഓഡിയോ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഡുവൽ മോഡ് ഓഡിയോ എന്നുള്ളത്. അതായത് നമുക്കൊരു വയർ കണക്ട് ചെയ്തുകൊണ്ട്, അതായത് നമ്മൾ ആ ഒരു USB Type Cയിലൂടെ നമ്മൾ വയർ ഒരു കണക്ട് ചെയ്തുകൊണ്ടുള്ള വയർഡ് ഇയർഫോൺ യൂസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് വയർലെസ് ഇയർഫോണും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് സെയിം ഓഡിയോ തന്നെ നമുക്ക് കേൾക്കാവുന്നതാണെന്നുള്ള മറ്റൊരു പ്രത്യേകതയാണ്. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകതയായ ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5500 mAh ബാറ്ററിയാണ്. സാധാരണ സ്മാർട്ട് ഫോണിലൊക്കെ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. നമുക്ക് 5500 mAh ബാറ്ററി അവർ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ എന്റെ ചോദ്യം, ഇതെന്തിനാണ് 5500 mAh കൂടുതൽ കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു 500 mAh കൂടുതൽ കൊടുത്തതിൻ്റെതായ യാതൊന്നും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് എഫക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോഴത്തെ ഒരു യൂസ് അനുസരിച്ച് 1 month യൂസ് അനുസരിച്ച് എനിക്ക് കിട്ടുന്ന ഒരു 4000 mAh ആ ഒരു ബാറ്ററി ലെവൽ മാത്രമേ കിട്ടുന്നുള്ളൂ. 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഒരു രക്ഷയില്ല, ഹെവി ഫാസ്റ്റ് തന്നെയാണ്. ഒരു 20 minutes കൊണ്ട് തന്നെ നമുക്ക് 0 to 100 വരെ നമുക്ക് ഹെവി ഫാസ്റ്റ് ആയിട്ട് ചാർജ് ചെയ്ത് കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാൽ നമ്മൾ എപ്പോഴും കുത്തിയിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയല്ല നമ്മൾ സ്മാർട്ട് ഫോൺ ചെയ്യുന്നത്. നമ്മൾ കൂടുതൽ നേരം ടൈം നമുക്ക് ഒരു ബാക്കപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും മെയിൻ ഫീച്ചർ, അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് കിട്ടാനുള്ള ആ ഒരു ഫീച്ചർ എന്നുള്ളത്. പക്ഷെ എന്നാൽ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ അതായത് ഈ ഒരു റിയൽമി GT6ന്റെ അത് നമുക്ക് 5500 mAh ബാറ്ററി പറയുന്നുണ്ടെങ്കിലും ആ ഒരു ഫീച്ചർ നമുക്ക് ഒരു അത്യാവശ്യം നല്ലൊരു ബാറ്ററി ബാക്കപ്പ് ഇതിൽ കിട്ടുന്നില്ല. ഒരു ദിവസത്തെ നല്ലൊരു ഹെവി യൂസ് ആണെന്ന് ഇപ്പോൾ രാവിലെ മുതൽ ഉച്ച വരെ നമുക്ക് ഒരു 0 to 100 നല്ല രീതിയിൽ തന്നെ കുറയുന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് വീണ്ടും ചാർജ് ചെയ്യണം, അതിനുശേഷം രാത്രിയാകുമ്പോൾ വീണ്ടും ചാർജ് ചെയ്യണം. ഒരു 2-3 times ഒക്കെ ഒരു പെർ ഡേ ചാർജ് ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഈ ഒരു റിയൽമി GT6നുള്ളത്. അതായത് ബാറ്ററി ബാക്കപ്പിന്റെ കാര്യത്തിൽ വൻ ശോകം തന്നെയാണ്. അതായത് ഒപ്റ്റിമൈസേഷന്റെ എന്തെങ്കിലും ഒരു പ്രശ്നമായിരിക്കും, അതായത് അടുത്തുള്ള അപ്ഡേഷന്റെ കാര്യത്തിലെല്ലാം അതൊരു ചേഞ്ചസ് വരുമായിരിക്കും. പക്ഷെ എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബാറ്ററി ബാക്കപ്പ് വൻ ശോകം തന്നെയാണ്. ഇനിയിപ്പോൾ തന്നെ മറ്റൊരു മെയിൻ ഫീച്ചറാണ് ക്യാമറ എന്നുള്ളത്. അതായത് 50 MB സോണിയുടെ L/808ന്റെ ഒരു ക്യാമറ, മെയിൻ ക്യാമറ, പ്രൈമറി ക്യാമറയാണ് വരുന്നത്. അത് വളരെ നീറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ തന്നെയാണ്. കാര്യം
എടുക്കുന്ന ഷോട്ടുകളൊക്കെ വളരെ പെർഫെക്റ്റ് തന്നെയാണ്. നമ്മളിപ്പോൾ ക്യാമറ വീഡിയോ ആണെങ്കിൽ പോലും അതുപോലെ ഫോട്ടോഗ്രാഫി ആണെങ്കിൽ പോലും വളരെ പക്കായിട്ട് നല്ല കിടിലം ഫോട്ടോസ് ആണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. എന്നാൽ ഈ ഒരു ഫോട്ടോയ്ക്കെല്ലാം നമുക്കൊരു മറ്റൊരു പ്രത്യേകത എന്നുള്ളത് ഇതിനകത്ത് AI നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എനേബിൾ ചെയ്താണ് വരുന്നത്. നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ തന്നെ അറിയാം നമ്മളൊരു ക്യാമറയുടെ ആ ഒരു 50 MB ക്യാമറയുടെ ലെവൽ ഫോട്ടോസ് അല്ല കിട്ടുന്നത്. അത് ഷോട്ട് എടുത്തു കഴിഞ്ഞിട്ട് സെക്കൻഡുകൾ പോലും പറയാൻ പറ്റത്തില്ല കാര്യം അതിലും മൈന്യൂട്ടായിട്ടാണ് വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് AI ഇതിൻ്റെ അകത്ത് അഫക്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഉടനെ തന്നെ ആ ഒരു നമ്മൾ എടുത്ത ഔട്ട്പുട്ട് നല്ല രീതിയിൽ തന്നെ ചേഞ്ച് ആയിട്ടാണ് നമുക്ക് നല്ല രീതിയിൽ കിടിലൻ ഔട്ട്പുട്ടായിട്ടാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് മുൻപ് പറഞ്ഞ പോലെ റിയൽമി GT6 വെറുതെ കൊടുത്തിരിക്കുന്നതല്ല ഈ AI എന്നുള്ളത്. ഇതിൻ്റെ അകത്ത് വരുന്ന മറ്റൊരു AI ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് എഡിറ്റ് ചെയ്യാന്നുള്ളതാണ്. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു പാർട്ട് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫോട്ടോയിലുള്ള ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് സർക്കിൾ ചെയ്ത് കൊടുക്കുകയോ അല്ല അതിന്റെ മേളിൽ ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്ത് വിടുന്നതാണ്. അതായത് സാംസങ് ഗാലക്സിന്റെ X സീരീസിനകത്തൊക്കെ വരുന്ന പോലുള്ള സെയിം ഫീച്ചർ തന്നെയാണ്. പക്ഷെ എന്നാലും അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല. എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ എഡിറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഒരു ട്രിപ്പിൾ ക്യാമറയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ രണ്ടാമത്തെ ക്യാമറ എന്നുള്ളത് ഒരു ടെലിസ്കോപ്പിക് ക്യാമറയാണ്. 2x വരെ മാക്സിമം ഇതിന് സപ്പോർട്ടബിൾ ആയിട്ടുള്ള ആ ഒരു ടെലിസ്കോപ്പിക് എന്നുള്ളത്. ഒരു 3x ഉണ്ടായിരുന്നു കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. പക്ഷെ എന്നാലും ഇത് 2x വരെ സപ്പോർട്ടബിൾ ആയിട്ടുള്ളൂ. അതും നമുക്ക് 50 MB ക്യാമറ തന്നെയാണ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്ന ഒരു വൈഡ് ആംഗിൾ ക്യാമറയാണ്. അതൊരു 8 MB ക്യാമറയാണ് വരുന്നത്. ആ ഒരു ക്യാമറയ്ക്കകത്ത് തന്നെയാണ് ഫ്ലാഷ്, അതായത് സിംഗിൾ ഫ്ലാഷ് ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിന്റെ ഫ്രണ്ട് ക്യാം വരുന്നത് 32 MB സോണിയുടെ ക്യാമറയാണ് വരുന്നത്. അത്യാവശ്യം നല്ല കിടിലനായിട്ടുള്ള ക്യാമറ തന്നെയാണ്. 32 MB ക്യാമറ ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ റെക്കോർഡിംഗ് നമുക്ക് 4K ആയിട്ട് 30 FPS വരെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ സെൽഫി ഫോട്ടോഗ്രാഫിക്ക് ആണെങ്കിൽ പോലും വളരെ മനോഹരമായിട്ടുള്ള ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ് ആണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. ബാക്ക് ക്യാമറയ്ക്ക് ഉള്ളതുപോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഫ്രണ്ട് ക്യാമറയ്ക്ക് ഉണ്ട്. നമുക്ക് ഒരു സെൽഫി ഗ്രൂപ്പായിട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എല്ലാവരെയും ഉൾക്കൊള്ളാവുന്ന രീതിയിലുള്ള ഫീച്ചേഴ്സ് അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ആകുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ്, അതുകൂടാതെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് ക്യാമിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഈ ഒരു ക്യാമറയുടെ ആ ഒരു ഔട്ട്പുട്ട് കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം. അതായത് ക്യാമറ നമ്മൾ വീഡിയോ പെർഫോമൻസിനാണെങ്കിൽ പോലും അതുപോലെ നമുക്ക് ഒരു ഫോട്ടോഗ്രാഫിക്ക് ആണെങ്കിൽ പോലും എങ്ങനെയുണ്ട് ഇതിന്റെ ഔട്ട്പുട്ട് എന്നുള്ളത്. ഇതിപ്പോൾ 4K ആയിട്ട് 60 FPS നമ്മൾ റിയർ ക്യാമറ വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന വീഡിയോ ആണ്. അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷൻ ഉണ്ട്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ആ ഒരു വീഡിയോ. അതുപോലെ തന്നെ നല്ല ഫോക്കസിങ്ങും കളർ സാച്ചുറേഷൻ ആണെങ്കിൽ പോലും നല്ല മനോഹരമായിട്ടാണ് നമുക്ക് ഈ ആ ഒരു സ്റ്റെബിലൈസേഷനെയാണ് പക്കായിട്ട് നല്ലൊരു സ്റ്റെബിലൈസേഷൻ ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഫ്രണ്ട് ക്യാമിൻ്റെ 4K ആയിട്ട് 30 FPS വീഡിയോ ആണ്. ഇതിൻ്റെ അകത്ത് ചെറിയൊരു ഷെയ്ക്ക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കളർ സാച്ചുറേഷൻ ആണെങ്കിലും അത്രയൊരു ഫുള്ളി ബെറ്റർ ആയിട്ട് തോന്നുന്നില്ല, ഒരു മങ്ങിയ ഒരു വെട്ടത്തിലുള്ള. ഇപ്പോൾ ഇവിടുത്തെ ഒരു ക്ലൈമറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ഒരു അത്യാവശ്യം മഴയ്ക്ക് തൊട്ട് മുന്നേയുള്ള സമയമാണ്. പക്ഷെ എന്നാലും ഒരു കളറിന് സാച്ചുറേഷൻ വളരെ കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫീൽഡ് ഓഫ് ഡെപ്ത് അഡ്ജസ്റ്റ് ചെയ്ത ഒരു വീഡിയോ നോക്കാം. അതിനകത്ത് തന്നെ നല്ലൊരു സ്റ്റെബിലൈസേഷൻ ഉണ്ട്. പക്ഷെ എന്നാലും ഫീൽഡ് ഓഫ് ഡെപ്ത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഒരുപാട് അതിൻ്റെ ഒരു ഡെപ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്രയൊരു കറക്റ്റായിട്ട് ആ ഒരു ഫോക്കസ് ചെയ്യുന്നത് കിട്ടുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ആ ഒരു ബഗ്സ് പോലെ വരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ ഈ ഫീൽഡ് ഓഫ് ഡെപ്ത് കൊടുക്കുമ്പോഴേക്കും നമുക്ക് 4K ആയിട്ട് 30 FPS 1080 ആയിട്ട് 30 FPS നമുക്ക് ഇത് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും. എന്തായാലും ഇത്രയും ദിവസത്തെ ആ ഒരു യൂസിന് ശേഷം പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറ വേറെ ലെവൽ തന്നെയാണ്.
എന്തായാലും ഒരു പക്ക കിടലിന് ഔട്ട്പുട്ട് തന്നെയാണ് ക്യാമറയിൽ നമുക്ക് ഷോട്ടുകളെല്ലാം കിട്ടുന്നത്. പക്ഷെ എന്നാൽ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി ആണെങ്കിലും വീഡിയോഗ്രാഫി ആണെങ്കിലും അത്ര പോരാ എന്ന് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ അകത്ത് വീഡിയോ റെസൊല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് ക്യാമിൽ നമുക്ക് 4K ആയിട്ട് 30 FPS അതുപോലെ 1080p ആയിട്ട് 30 FPS നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് ക്യാമറ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 4K ആയിട്ട് 60 FPS നമുക്ക് അവൈലബിൾ ആണ്, 1080p ആയിട്ട് 60 FPS അവൈലബിൾ ആണ്. എന്നാലും നമുക്ക് ഒരു ബാക്ക് ക്യാമറ വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന ആ ഒരു 4K റെസൊല്യൂഷൻ 60 FPS റെസൊല്യൂഷൻ ഉള്ള ആ ഒരു വീഡിയോയുടെ ആ ഒരു ക്വാളിറ്റിയുടെ പകുതി പോലും നമുക്ക് ഒരു ഫ്രണ്ട് ക്യാമിന്റെ എടുക്കുന്ന ആ ഒരു 4K ആയിട്ട് 30 FPS കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ക്യാമിൽ എടുക്കുന്ന 4K ആയിട്ട് 30 FPS ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കാര്യം കുറച്ചുകൂടെ ബെറ്റർ ആക്കാമായിരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ മറ്റ് പല ഫീച്ചേഴ്സ് HDR അതുപോലെ തന്നെ നമുക്ക് ആന്റി ഷേക്കിംഗ് ആ ഉള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് 4K റെസൊല്യൂഷൻ കിട്ടുന്നില്ല. അതായത് നമുക്ക് ഇതിലേക്ക് പറ്റത്തില്ല. ഒരു 1080p ഇത് ഡൗൺഗ്രേഡ് ചെയ്ത് പോകുന്നതാണ്. പിന്നെ പോർട്രേറ്റ് ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ബ്രൈറ്റ് കണ്ടീഷൻ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോർട്രേറ്റിൽ നമുക്ക് ആ ഒരു ഡെപ്ത് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കിട്ടുന്നുണ്ട്. എന്നാൽ നമ്മൾ ഡെപ്ത് കൂട്ടി കഴിഞ്ഞാൽ ചില ഫോട്ടോസിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മിസ്റ്റേക്സ് കാണിക്കുന്നുണ്ട്. നമുക്ക് പല സ്ഥലത്തും നമുക്ക് പലതും നമുക്ക് അവോയ്ഡായി പോകുന്നുണ്ട്. അതായത് അത്ര ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടില്ല. എന്നാൽ നമ്മൾ നോർമൽ ഡെപ്ത് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് തന്നെയാണ് നമുക്ക് ഇതിന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ടോട്ടലി ക്യാമറയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സൂപ്പർ തന്നെയാണ് ക്യാമറയുടെ ഭാഗത്ത് നമുക്ക് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ ആ ഒരു ഹീറ്റിംഗ് ഇഷ്യൂവിന്റെ കാര്യം അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മളിപ്പോൾ ഒരു ക്യാമറ വെച്ച് നമ്മൾ വെളിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ വെളിയിൽ ഒരു ക്യാമറയിൽ നമുക്ക് പല കാര്യങ്ങളും ഷൂട്ട് ചെയ്യണം. അത് ഫോട്ടോഗ്രാഫി ആണെങ്കിലും അതുപോലെ വീഡിയോഗ്രാഫിക്ക് ആണെങ്കിൽ പോലും നമ്മൾ ക്യാമറ ഓപ്പൺ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുമ്പോഴേക്കും അത്യാവശ്യം ആ ഒരു ബാക്ക് പാനലിന്റെ ഭാഗം ഹീറ്റ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4K റെസൊല്യൂഷനിൽ നമുക്കൊരു റെൻഡർ ചെയ്ത് എടുക്കാനായിട്ട് നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കുമ്പോഴേക്കും നല്ല ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ഹീറ്റ് ആണ്, കത്തിപ്പോകുമോ എന്ന് തോന്നിപ്പോയിട്ടുണ്ട്. അതുപോലുള്ള ഹെവി ഹീറ്റ് ആണ് ആ ഒരു ബാക്ക് ഭാഗത്തു നിന്ന് നമുക്ക് വരുന്നത്. പക്ഷെ എന്നാൽ നമുക്കൊരു 1-2 വീഡിയോസിന് മാത്രമേ ആ ഒരു പ്രശ്നം വന്നുള്ളൂ. പിന്നെ നമ്മൾ 4Kയിലേക്ക് നമ്മൾ ആ ഒരു കൺവേർട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഈ ഒരു പ്രശ്നം വന്നില്ല. കാര്യം എനിക്ക് തോന്നുന്നു 2 പ്രാവശ്യത്തിലേക്ക് സെറ്റ് ചെയ്തപ്പോഴേക്കും നമുക്ക് ഫോണിന് തോന്നിക്കാണും ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്യാമെന്നുള്ളത്. അങ്ങനെ ഏകദേശം ഒപ്റ്റിമൈസേഷന്റെ കാര്യത്തിൽ ഒരു സെറ്റ് ചെയ്ത് വന്നുകൊണ്ടായിരിക്കും പിന്നീട് നമ്മൾ ചെയ്തപ്പോഴേക്കും ആ ഒരു ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും വന്നില്ല. നമുക്ക് നോർമൽ ആയിട്ട് തന്നെ വെരി ഫാസ്റ്റ് ആയിട്ട് തന്നെ റെൻഡർ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ആദ്യത്തെ ആ ഒരു യൂസിൽ നല്ലൊരു ഹീറ്റിംഗ് വന്നായിരുന്നു. പിന്നെ ഇത് റിയൽമി GT6 അതായത് GT ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു GT മോഡ് അവൈലബിൾ ആണ്. നമുക്ക് ഹെവി പെർഫോമൻസ് വേണ്ട സാഹചര്യത്തിൽ നമുക്ക് ആ ഒരു GT മോഡ് ഓൺ ആയി കഴിഞ്ഞാൽ കിടിലം പെർഫോമൻസ് കിട്ടുന്നതാണ്. എന്നാൽ ബാറ്ററി കൺസപ്ഷൻ വെരി ഹൈ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബാറ്ററി ലെവൽ നല്ല രീതിയിൽ തന്നെ കുറയും. ഈ ഒരു റിയൽമി GT6 നമുക്ക് 8GB അതുപോലെ 12GB 16GB റാമിലും അതുപോലെ തന്നെ 256GB 512GB റോം സൈസിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയൊക്കെയാണ് ഈ ഒരു റിയൽമി GT6നെ കുറിച്ച് പറയാനുള്ളത്. അതായത് പോസിറ്റീവ് അതുപോലെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇത്രയൊക്കെയാണ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവരാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. ബൈ ബൈ ഫ്രണ്ട്സ്.